കടലിന്റെ മക്കൾക്ക് നമസ്കാരം പറഞ്ഞാണ് ധീരവസഭാ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചത് NDA സർക്കാരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അഖില കേരള ധീരവസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് തന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യങ്ങളിലൊന്നായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മക്കൾക്ക് നമസ്കാരം. കടലിന്റെ മക്കൾക്ക് നമസ്കാരം പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്. തന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് ഈശ്വരൻ. ജനങ്ങളുടെ അനുഗ്രഹം തേടാനാണ് താൻ എത്തിയതെന്നും ധീവരസഭ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. നദിയെയും സമുദ്രത്തെയും മറ്റുള്ളവർ വെറും വിഭവമായി കാണുമ്പോൾ ധീവരസഭയിലെ അംഗങ്ങൾ അതിനെ അമ്മയായി കാണുന്നു. നിങ്ങളുടെ പാരമ്പര്യം ഭാരതത്തിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. അമ്മയുടെ ജീവിതം നിസ്വാർത്ഥ സേവനത്തിന്റെ ഉദാഹരണമാണ്. അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ഒന്നായി കാണുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കേരളം के इतिहास में सामाजिक परिवर्तन की पवित्र भूमि रही. पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी. उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है. मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा. उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है. उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है. വർഷങ്ങളായി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് അവഗണന മാത്രമാണ് ലഭിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചത് NDA സർക്കാരാണ്. ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയമുണ്ടാക്കി. ഫിഷിംഗ് ഹാർബറുകൾ ആധുനികവൽക്കരിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ കേരളത്തിനായി മാത്രം 1400 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ब्लू इकोनॉमी के असीम पोटेंशियल की दृष्टि से देखा है. ये बीजेपी NDA सरकार ही है जिसने फिशरमैन के हितों के लिए अलग मंत्रालय का गठन किया. हमने फिशरमैन समुदाय को विकास की मुख्य धारा में लाने के लिए कई महत्वपूर्ण कदम उठाए. प्रधानमंत्री मत्स्य संपदा योजना के तहत केरलम के लिए अराउंड 1400 करोड़ रुपीस का प्रावधान किया गया है. इससे फिशरीज में केरलम तेजी से आगे बढ़ रहा है. കേരള എന്നത് കേരളം എന്നാക്കണമെന്ന മലയാളികളുടെ ആവശ്യം നടപ്പിലായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി.